സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാവുകയാണ്. വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ തലസ്ഥാനത്തെ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതി സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളത്തിനടിയിലാണ്. എങ്ങനെയാണ് വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? സംസ്ഥാനമൊട്ടാകെ ഇന്നലെ ശക്തമായ വേനൽ മഴയാണ് ലഭിച്ചത്. തലസ്ഥാന നഗരിയിലും ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് ലഭിച്ചത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് മഴ കനത്തത്. ഇത്തരത്തിൽ മഴ കനത്തതോടെ തലസ്ഥാനത്തെ പല പ്രധാന റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുള്ളിൽ വെള്ളക്കെട്ടുണ്ടായത് ട്രെയിൻ ഗതാഗതം അല്പസമയത്തേക്ക് തടസ്സപ്പെടുത്തി. പല ട്രെയിനുകളും ഇന്നലെ നേരം വൈകിയാണ് ഓടിയത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള റോഡിലും മഴ ശക്തമായതോടെ മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇതിൽ ഏറെയും കഷ്ടപ്പെട്ടത്. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും ശക്തമായ ഇടിമിന്നലും കാറ്റും അനുഭവപ്പെട്ടിരുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റും അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല വീടുകൾക്ക് മുകളിലേക്കും കടകളുടെ മുകളിലേക്കും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കാരണമായി. ഇന്നലെ അർദ്ധരാത്രിയായിട്ടും പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നില്ല. എന്തായാലും മഴ ഇങ്ങനെ ഇനിയും 5 ദിവസം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതെങ്കിലും ഇന്ന് നിലവിൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് ഇല്ല. ചൊവ്വാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഴ കനക്കുമ്പോൾ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടും മരങ്ങൾ കടപുഴകി വീണിട്ടുമൊന്നും ഈ അപകടങ്ങളിലൊന്നും ആളപായമില്ല എന്നത് ആശ്വാസകരമാണ്. എന്നാലും ശക്തമായ ഇടിമിന്നലുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. സ്വപ്ന.